പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കനലുകൾ ആളിക്കത്തുമ്പോൾ ലോകരാജ്യങ്ങൾ ചേരിതിരിഞ്ഞ് പരസ്പരം പോർ വിളിക്കുമ്പോൾ ഇന്ത്യ തീർത്തും വ്യത്യസ്തമായ ഒരു പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. 2026 മാർച്ച് 13 അർദ്ധരാത്രി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഒരു ചാർട്ടേഡ് വിമാനം ഈ നയതന്ത്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ക്യാമറ കണ്ണുകൾക്കോ വാർത്താ മാധ്യമങ്ങൾക്കോ പിടികൊടുക്കാതെ അതീവ രഹസ്യമായി നടന്ന ആ ഓപ്പറേഷൻ കേവലം ഒരു മടക്കി അയക്കൽ മാത്രമായിരുന്നില്ല. മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ നേർക്കുനേർ നിൽക്കുന്ന ഒരു യുദ്ധക്കളത്തിൽ ഇന്ത്യ സ്വന്തം താൽപ്പര്യങ്ങളും മാനുഷിക മൂല്യങ്ങളും എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലായിരുന്നു. 130-ലധികം ഇറാനിയൻ നാവികരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ട 84 സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങളും ആ വിമാനത്തിലുണ്ടായിരുന്നു. കൊളംബോയിൽ നിന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം കൊച്ചിയിലെത്തി ജീവിച്ചിരിക്കുന്നവരെയും കൂട്ടി ഇറാനിലേക്ക് പറന്ന ആ വിമാനം ഇന്ത്യയുടെ നയതന്ത്ര പക്വതയുടെ പ്രതീകമാണ്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് 2026 ഫെബ്രുവരി 28 ശേഷമുള്ള ദിവസങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് 3 ഇറാനിയൻ കപ്പലുകളാണ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരങ്ങളിൽ അഭയം തേടിയത്. ഇതിൽ IRIS ലാവൻ എന്ന കപ്പലിനെ കൊച്ചിയിൽ അടുക്കാൻ ഇന്ത്യ അനുമതി നൽകി. എന്നാൽ ഇതേ സമയം ശ്രീലങ്കൻ തീരത്തിന് സമീപം വെച്ച് IRIS ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പൽ അമേരിക്കയുടെ USS ഷാർലറ്റ് എന്ന അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് തകർത്തു എന്നത് ഇന്ത്യയെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. കേവലം 2 ആഴ്ച മുമ്പ് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച മിലൻ 2026 എന്ന നാവിക അഭ്യാസത്തിൽ അതിഥിയായി പങ്കെടുത്ത കപ്പലാണ് ഇന്ത്യയുടെ തൊട്ടടുത്ത് വെച്ച് തകർക്കപ്പെട്ടത്. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണാധികാരത്തിന് മേലുള്ള വെല്ലുവിളിയായി പല പ്രമുഖ നിരീക്ഷകരും വിലയിരുത്തി. എങ്കിലും പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് മുതിരാതെ മാനുഷികമായ പരിഗണന നൽകി ഇറാനിയൻ നാവികർക്ക് അഭയം നൽകാനാണ് ഇന്ത്യ തീരുമാനിച്ചത്. ഇറാനിയൻ നാവികരെ ഇന്ത്യയിൽ താമസിപ്പിച്ചതും പിന്നീട് സുരക്ഷിതമായി മടക്കി അയച്ചതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. വാഷിംഗ്ടണിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം മണ്ണിലെ അതിഥികളെ സംരക്ഷിക്കുക എന്നത് ഇന്ത്യയുടെ നയമായിരുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ ഇത് വ്യക്തമായിരുന്നു. ഇറാനിയൻ നാവികർക്ക് സൗകര്യങ്ങൾ ഒരുക്കി നൽകിയത് ശരിയായ കാര്യമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അമേരിക്കയോടുള്ള വിധേയത്വമല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്രപരമായ കരുത്താണ് ഇവിടെ പ്രകടമായത്. ഇതിന് പിന്നാലെയാണ് ബ്രഹ്മ ചലാനിയെ പോലെയുള്ള വിദഗ്ധർ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു രഹസ്യ ധാരണയെക്കുറിച്ച് സൂചിപ്പിച്ചത്. ഇന്ത്യ ഇറാനിയൻ നാവികരെ മടക്കി അയച്ചപ്പോൾ പകരമായി ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യയുടെ LPG ടാങ്കറുകളായ ശിവാനിക്, നന്ദാദേവി എന്നിവയ്ക്ക് സുരക്ഷിതമായി കടന്നുപോകാൻ ഇറാൻ അനുമതി നൽകി. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഈ നീക്കം അനിവാര്യമായിരുന്നു. ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്കയും ഈ പ്രതിസന്ധിയിൽ സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഇന്ത്യ സ്വീകരിച്ച ധീരമായ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കൊളംബോയുടെ തീരുമാനം. അമേരിക്കയുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് IRIS ബുഷഹർ കപ്പലിലെ ജീവനക്കാരെയും തകർക്കപ്പെട്ട ദേനയിലെ അതിജീവിച്ചവരെയും മടക്കി അയക്കാൻ ശ്രീലങ്ക വിസമ്മതിച്ചു. ഹേഗ് കൺവെൻഷനിലെ സാങ്കേതിക നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീലങ്ക ഈ നിലപാട് സ്വീകരിച്ചതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന ഒരു രാജ്യം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുകയായിരുന്നു എന്ന് വ്യക്തം. ഇവിടെയാണ് ഇന്ത്യ ഒരു വൻ ശക്തി എന്ന നിലയിൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് ശ്രദ്ധേയമാകുന്നത്. മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ അനുവദിച്ചെങ്കിലും ജീവിച്ചിരിക്കുന്നവരെ തടഞ്ഞുവെച്ച ശ്രീലങ്കൻ നടപടി ഇറാനെ പ്രകോപിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വസുദൈവ കുടുംബകം എന്ന നയം ശത്രുതയിലുള്ള രാജ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കൊരു പ്രത്യേക സ്ഥാനം നൽകുന്നുണ്ട്. നിലവിലെ യുദ്ധം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. 1973-ലെയും 79-ലെയും എണ്ണ പ്രതിസന്ധികളേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്കാണ് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനുമായി നല്ല ബന്ധം പുലർത്തുക എന്നത് ഇന്ത്യയുടെ സാമ്പത്തിക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇറാൻ എംബസി സോഷ്യൽ മീഡിയയിലൂടെ ഇന്ത്യക്ക് നൽകിയ നന്ദി പ്രകടനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. യുദ്ധത്തിൽ പരിക്കേറ്റവർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും മരുന്നുകളും അവശ്യ വസ്തുക്കളും എത്തിച്ചു നൽകുന്നതിൽ ഇന്ത്യ മുൻപന്തിയിലുണ്ട്. ജമ്മു കാശ്മീരിലെ ബുദ്ഗാമിൽ നിന്നുള്ള സാധാരണക്കാർ പോലും ഇറാനെ സഹായിക്കാൻ സ്വർണവും പണവും നൽകിയത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇറാനോടുള്ള വൈകാരികമായ ഐക്യദാർഢ്യത്തിനെയാണ് കാണിക്കുന്നത്. ഇറാനിലെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി സ്വീകരിക്കുന്ന കർക്കശമായ നിലപാടുകൾ യുദ്ധം നീണ്ടുപോകുമെന്ന സൂചനയാണ് നൽകുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിക്കാതെ ഒരു വെടിനിർത്തലിനും തയ്യാറല്ലെന്നാണ് ടെഹ്റാൻ വ്യക്തമാക്കുന്നത്. മറുഭാഗത്ത് ഡൊണാൾഡ് ട്രംപ് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും യുദ്ധഭൂമിയിലെ അവസ്ഥ മറിച്ചാണ്. നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ലെന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും ഇന്ത്യയെപ്പോലെയുള്ള രാജ്യങ്ങൾക്കിടയിലുള്ള നിശബ്ദമായ ഈ കൈമാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഇറാനും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഒരു സുരക്ഷിത പാലമായി മാറാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ പങ്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമാകും.
വലിയ ശബ്ദ കോലാഹലങ്ങളില്ലാതെ ഇന്ത്യ നടത്തുന്ന ഈ നിശബ്ദ നയതന്ത്രം ലോകത്തിന് പുതിയൊരു പാഠമാണ്. സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുമ്പോൾ തന്നെ മാനുഷിക മൂല്യങ്ങൾ കൈവിടാതിരിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ ഈ നിലപാട് വരും തലമുറകളിലെ നയതന്ത്ര വിദഗ്ധർക്ക് ഒരു മാതൃകയായിരിക്കും. വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനം വെറും വാക്കല്ലെന്നും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയുമെന്നും ഈ പ്രതിസന്ധി ഘട്ടം തെളിയിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.